നമസ്കാരം. അവനവന്റെ കീശ നിറയണം. അതിന് കൊള്ളയും അഴിമതിയും തട്ടിപ്പറിക്കലുമെല്ലാം കോൺഗ്രസ് ചെയ്യും. അതിനൊട്ടും മടിയുമില്ല. ഭരണത്തിലേറുമെന്ന് പറഞ്ഞ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവെ, നിങ്ങൾ കട്ടതെല്ലാം നാട്ടുകാർ ഒരിക്കൽ അറിയാതിരിക്കില്ല. കിടപ്പാടം ഒരു മനുഷ്യന്റെ അവസാന പ്രതീക്ഷയാണ്. അത് കെട്ടിയുയർത്താനാണ് ഇതുവരെ ഇനിയും LDF സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും തുടരുക തന്നെ ചെയ്യും. വീടില്ലാത്തവർക്കുള്ള ഭവന പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സർക്കാർ. ആരെയും സർക്കാർ വഴിയിൽ ഉപേക്ഷിക്കില്ല. ഭരണത്തിലേറാൻ സർക്കാരിനെ കുറ്റം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അല്പമെങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുക കൂടെ വേണം. അതുകൊണ്ട് മാത്രം കാര്യമില്ല, മനുഷ്യരെ പറ്റിക്കാതിരിക്കുകയും വേണം. നുണ പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് മാത്രം എങ്ങനെ വോട്ട് കിട്ടും? വാർത്താ താരമാകാൻ വേണ്ടി മാത്രം നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന നെറുകേടുകൾ ലോകം ഒരിക്കലും അറിയാതിരിക്കുമോ? നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന പാവം ജനങ്ങളെ പോലും നിങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നില്ലേ? കടം കയറി ജീവിക്കാൻ മാർഗമില്ലാതെ നിന്ന 4 സ്ത്രീകളെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവെ നിങ്ങൾ ചതിച്ചില്ലേ? വീടില്ലാത്ത ഉഷ സുരേഷ്, ഗീത എന്നിവരുടെ കുടുംബത്തിന് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്നാണ് നിങ്ങൾ വാക്ക് നൽകിയത്. പുനർജനി ട്രസ്റ്റിന്റെ പേരിലായിരുന്നു VD സതീശൻ വാഗ്ദാനം നൽകിയതെന്ന് ബേബി എന്ന ഉഷ പറയുന്നു. ഇവർ കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകയാണ് എന്നതാണ് ഏറെ വൈരുദ്ധ്യം. പറയാട് വത്സലകുമാർ എന്ന വ്യവസായിയാണ് ഇവർക്ക് ഭൂമി നൽകിയത്. ഇത്രയും ഗുരുതരമായ ആരോപണം നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ? പല്ലംതുരുത്ത് പ്രദേശത്ത് 12 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ 5 സെന്റ് ഭൂമി പുനർജനി ട്രസ്റ്റ് അവരുടെ പേരിലാക്കി. അവിടെ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് ഭൂമി തട്ടിയെടുത്തത്. എന്നാൽ VD സതീശനോട് ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകണമെന്ന് നിരവധി തവണ ഇവർ അപേക്ഷിച്ചെങ്കിലും ചെവിക്കൊണ്ടില്ല. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തക ആയിരുന്നിട്ടും ബേബി അടക്കം ആട്ടിയോടിച്ചു. ഈ ഭൂമിയിൽ ഷെഡ് കെട്ടി ജീവിക്കാൻ ഇവർ ഒരുങ്ങിയപ്പോൾ അതും നിങ്ങൾ പൊളിച്ചു മാറ്റിയെന്നും ഇവർ പറയുന്നുണ്ട്. പുനർജനിയോടുള്ള വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഈ ഭൂമി അടിയന്തരമായി ഞങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് നൽകണം. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ വീടപേക്ഷ നൽകാൻ ഇപ്പോൾ ബേബി തീരുമാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ പറയുമെന്നും ബേബി പറയുന്നുണ്ട്. സതീശന്റെ പുനർജനി പദ്ധതിയെ കുറിച്ച് നേരത്തെയും വൻ പരാതികളാണ് ഉയർന്നത്. 2019 ഫ്ളാറ്റ് നിർമ്മാണം എന്ന് പറഞ്ഞ് 4 കൈലിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും അവിടെ ഫ്ളാറ്റ് ഉയർന്നില്ല. 12 നില ഫ്ളാറ്റിന് അല്പം വളർച്ചക്കുറവുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് വളർന്നോളുമെന്ന് വാർത്ത കണ്ടവർ പിന്നീട് ഈ പദ്ധതിയെ ആക്ഷേപിച്ചു. 2023 ഇവിടെ കെട്ടിടം ഉയർന്നില്ല. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ.